ഹലോ, വെൽക്കം ബാക്ക്. സുഖമാണോ എല്ലാവർക്കും? അൽഹംദുലില്ലാ, വി ആർ ഡൂയിങ് ഗുഡ്. ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? നമ്മൾ മൈസൂർ ദസറ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. കുറേ നാളായി വിചാരിക്കുന്നു പോകണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് ഒന്ന് ടൈം കിട്ടിയേ. അങ്ങനെ നമ്മൾ ദസറ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ ദിവസത്തെ കുട്ടി വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെ നമ്മളൊരു ആഫ്റ്റർനൂണാണ് പോകാൻ ഇറങ്ങിയത്. കാരണം നൈറ്റ് ആകുമ്പോൾ അല്ലേ ലൈറ്റിങ്സൊക്കെ അടിപൊളിയായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷമാണ് പോകാൻ ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവാം ഈ ഒരു ഫാൾസ്. ഇവിടെ നിർത്തിയിട്ട് കുറച്ചും സ്നാക്സൊക്കെ വാങ്ങി. ഈ ഒരു വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. എൻ്റെ കൂടെ ബ്രദറിൻ്റെ വൈഫൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് വ്യൂവൊക്കെ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ പോയത്. ഇവിടെ വന്നാൽ എപ്പോഴും ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കൽ പതിവാണ്. അതും കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വിട്ടു പോയത്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ. ഈരാഷ്നാണെങ്കിലോ ഭയങ്കര ഹാപ്പി. കാരണം ഇവിടെ ടോയ്സ് എത്ര വേണമെങ്കിലും ഉണ്ടല്ലോ. അതിൽ നിന്ന് ടോയ്സ് മേടിച്ചിട്ട് അപ്പം തന്നെ കളിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പിലോട്ട് പോയപ്പോഴാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. അങ്ങനെ മനസ്സിനിഷ്ടപ്പെട്ട ഫുഡൊക്കെ മനസ്സിനിഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്കുണ്ടല്ലോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസ് എടുത്തില്ലെങ്കിൽ പിന്നെ ആടെ ഇൻകംപ്ലീറ്റ് ആവൂലേ, എന്തെങ്കിലും മെമ്മറീസ് വേണ്ടേ. അതുകൊണ്ട് ഫോട്ടോസും എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. കുറച്ചധികം ഫോട്ടോസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കല്ല, ഈ പുതിയ കപ്പിൾസിനാണ് ഫോട്ടോ കൂടുതൽ എടുക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൈസൂരിലും എത്തി. അങ്ങനെ നമ്മുടെ മനസ്സിലും ദസറ വൈബ് സ്റ്റാർട്ടായി. നോർമലി പോകുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുത്തിട്ടാണ് നമ്മൾ പോയത്. ഫസ്റ്റ് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദസറ ആയിട്ട് ഭയങ്കര ട്രാഫിക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ എത്തുമെന്ന് വിചാരിച്ച ടൈമിൽ നമുക്ക് എത്താൻ പറ്റിയില്ല, കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സാവുകയും ചെയ്തു. അങ്ങനെ സ്ട്രീറ്റിൽ നല്ലപോലെ വാക്കൊക്കെ ചെയ്തു. എല്ലാ സൈഡിലുള്ള എല്ലാ ചെറിയ കുട്ടി കടകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതുപോലത്തെ ബലൂൺസ് നമ്മളും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇറാഷനുണ്ടല്ലോ കാറി നിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എങ്ങ് നോക്കിയാലും ലൈറ്റിങ്സും ഫുൾ ടോയ്സും ഇതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായിരുന്നു. ആൾ കാറിൽ നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴോ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ദസറ കാണാൻ വന്നിട്ട് ലൈറ്റിങ്സ് കണ്ടില്ലെങ്കിൽ എങ്ങനെയാ? കഴിഞ്ഞ കൊല്ലം നമ്മൾ ദസറ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കൊല്ലം കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായി. അതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട് മനസ്സിൽ. സാരമില്ല, ഇൻഷാ അല്ലാ അടുത്ത കൊല്ലം ദസറ ഉണ്ടല്ലോ, അപ്പോൾ കാണാൻ വരണം. എന്തായാലും നേരത്തെ എത്തണമെന്ന് ഓൾറെഡി നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. എനിക്കുണ്ടല്ലോ ഇവിടെ ഈ ലൈറ്റിങ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റിങ്സൊക്കെ കാണുമ്പോഴാണ് എന്തോ ഒരു ഫങ്ഷൻ നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഭയങ്കര മനസ്സിനൊരു വൈബ് തോന്നുക. അടിപൊളിയല്ലേ? ഈ ലൈറ്റിങ്സ് കണ്ടപ്പോൾ ഇറാഷനാണെങ്കിലോ ഭയങ്കര ഹാപ്പി. അവനുണ്ടല്ലോ ലൈറ്റിങ്സ് കണ്ടപ്പോൾ തൊട്ട് ചോദിച്ചു ഇവിടെ എന്താ കല്യാണമാണോ അങ്ങനെയൊക്കെ ചോദിക്കണ്ടായിരുന്നു. പിന്നെ ദസറ ആണോ, ദസറയിൽ എന്താ കിട്ടുന്നത്, ടോയ്സ് ആണോ, അങ്ങനെയൊക്കെ നമ്മളോട് പിന്നെയും ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നടന്നു. അതിന് ശേഷം ഇറാഷ് വാപ്പാൻ്റെ കൂടെ കാറിലാണ് ഇരുന്നത്. അവന് ടോയ് വാങ്ങി കൊടുത്ത് നമുക്ക് തന്നെ മടുത്തു. അതുമല്ലാണ്ട് അവനെ എന്തെങ്കിലും എടുത്ത് നടക്കണ്ടേ, താഴെ നടക്കാൻ പറ്റൂലല്ലോ, ചെറിയ കുട്ടിയല്ലേ. അതുമല്ലാണ്ട് ഇവിടെ ആണെങ്കിലോ ഭയങ്കര ആൾക്കൂട്ടല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം സാലഡൊക്കെ സെർവ് ചെയ്തു. അതിന് ശേഷമാണ് മൈൻ കോഴ്സ്. എനിക്കെന്തായാലും ഇന്ന് വന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇതായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു ഇവിടുത്തെ ഫുഡിന്. ഇറാഷ് തന്നെ താനെ കഴിക്കുന്നതാണ്.
കാരണം നമ്മളെല്ലാവരും സ്പൂൺ വെച്ചോ ഫോക്ക് വെച്ചോ കഴിക്കുന്നതല്ലേ. ആൾ സാലഡിൻ്റെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ എടുക്കുക, എന്നിട്ട് കൊത്തിക്കൊടുക്കുക, വീണ്ടും കഴിക്കുക. ഇതാണ് അവൻ്റെ സീൻ. കാരണം ഇങ്ങനെ ഡയറക്റ്റായിട്ട് കഴിക്കാൻ അവനറിയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റാണ് അവനിപ്പോൾ ചെയ്യുന്നത്. പനീർ ചില്ലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇപ്പോഴും കൂടുതലായിട്ട് നോൺ വെജാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ പനീർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പനീർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോൺസിൻ്റെ ഗീ റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ആൾക്കാരൊക്കെ ചിക്കനാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് എവിടെ പോയാലും ഫിഷ് ട്രൈ ചെയ്യണം. അതുകൊണ്ട് ഫിഷും ട്രൈ ചെയ്തു. ഞാൻ ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയത്. പക്ഷേ അതൊന്നും പറ്റിയില്ല. കാരണം അവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും ടയർഡും ആയിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഫാമിലിയുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ വിശേഷങ്ങളൊന്നുമില്ല, കിടന്നുറങ്ങി, അത്രയേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു നമ്മുടെ കുട്ടി വിശേഷം. ഇൻഷാ അല്ലാ എന്തായാലും പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.